എറണാകുളം കടവന്ത്രയിൽ നിന്നും കാണാതായ സുഭദ്രയെ കൊന്ന് കുഴിച്ചുമൂടിയ നിലയിൽ ആലപ്പുഴയിൽ നിന്നും കണ്ടെത്തി. എറണാകുളം കടവന്ത്രയിലുള്ള അയൽവാസികളുമായും നല്ല ബന്ധമാണ് സുഭദ്ര സൂക്ഷിച്ചിരുന്നതെന്ന് അയൽവാസികൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരെ കാണാതായ വിവരം മനസ്സിലാക്കിയ അയൽക്കാർ തന്നെയാണ് വിവരം പൊതുപ്രവർത്തകരെയും പോലീസിനെയും ആദ്യം അറിയിച്ചത്. ഇങ്ങനെയാണ് സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്ത പുറം ലോകം അറിയുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലൂടെ ആലപ്പുഴയിലെ ഒരു വീട്ടിൽ നിന്നും കൊന്നു കുഴിച്ചുമൂടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. എറണാകുളം സൗത്ത് മേൽപ്പാലത്തിന് സമീപം കർഷക റോഡിലെ വീട്ടിൽ ഏതാനും വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സുഭദ്ര. ആഗസ്റ്റ് 4-ാം തീയതിയാണ് സുഭദ്രയെ കാണാതായ വിവരം അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സുഭദ്രയുടെ സുഹൃത്തും അയൽവാസിയുമായ ഗിരിജ ഈ വിവരം ആശാവർക്കറായ അശ്വതി അറിയിച്ചു. എൻ്റെ അടുത്ത് 5-ാം തീയതി ഈ വീട്ടിലെ ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ, മോളെ എന്നതുപോലെ ഇവരെ കാണാനില്ല, സുഭദ്രമ്മനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കൗൺസിലറെ വിവരം അറിയിച്ചിട്ട് ചേച്ചി വഴിയാണ് പോലീസിനെ അറിയിച്ച് ചെയ്തത്. വേറെ കുഴപ്പമൊന്നുമില്ല. അവർ രാവിലെ അമ്പലത്തിലൊക്കെ പോയി അവരുടെ കാര്യം നോക്കി അവർ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം കോരി ഇവിടെ ഇരിക്കും. വേറെ അസുഖങ്ങളായിട്ട് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വന്ന് കാണാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഓഗസ്റ്റിൽ ഞാൻ വന്നില്ല, ജൂലൈയിലാണ് ഞാൻ ഇവരെ വന്ന് കണ്ടത്. അശ്വതിയാണ് ഇക്കാര്യം കോർപ്പറേഷൻ കൗൺസിലർ ബിന്ദു ശിവനെ അറിയിച്ചത്. കൗൺസിലർ വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ സുഭദ്രയുടെ മകനും കടവന്ത്ര പോലീസിൽ പരാതി നൽകി. സുഭദ്ര നേരത്തെ സുഹൃത്തുമായി ചേർന്ന് കൊച്ചിയിൽ നടത്തിയിരുന്ന ഹോസ്റ്റലിൽ ശർമിള താമസിച്ചിരുന്നു. ഹോസ്റ്റൽ പിന്നീട് നിർത്തിയെങ്കിലും ശർമിള ഇടയ്ക്ക് സുഭദ്രയുടെ വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു. ശർമിളയ്ക്കൊപ്പം സുഭദ്ര ആലപ്പുഴയ്ക്ക് പോയതായി പോലീസിന് സൂചന ലഭിച്ചതോടെയാണ് അന്വേഷണം കലവൂരിലേക്ക് നീണ്ടത്. കൈരളി ന്യൂസ്, കൊച്ചി.